തിരുവനന്തപുരത്തെ സ്പാ കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നു. നഗരസഭാ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തുന്നത്. നഗരത്തിലെ സ്പാ കേന്ദ്രങ്ങളിൽ കർശന പരിശോധന നടത്തുമെന്ന് മേയർ വി രാജേഷ് അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, നഗരത്തിൽ ഇത്തരത്തിൽ ധാരാളം അനധികൃത കേന്ദ്രങ്ങൾ ഉണ്ട് എന്നും കർക്കശമായ നടപടിയുണ്ടാകുമെന്നും പോലീസിന്റെ സഹായത്തോടെയെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ പരിശോധന. വിവരങ്ങൾ അനുജ, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സ്പർശം എന്ന് പറയുന്ന ഈ സ്പാ കേന്ദ്രത്തിലേക്ക് പരിശോധന ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇന്ന് രാവിലെയാണ് വി രാജേഷ് മേയർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്പാക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കും, നടപടിയെടുക്കും, പരിശോധന നടത്തുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഈ സ്പായിലാണ് എത്തി അപമാനിക്കപ്പെട്ടത്. അതായത് ജോലിക്ക് വേണ്ടി ഇവിടെ എത്തിയതാണ്. ആ കുട്ടിയോട് ഈ സ്ഥാപനത്തിന്റെ മാനേജർ അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ് പരാതി. പക്ഷെ ആ കുട്ടി പോലീസിന് പരാതി നൽകുവാൻ തന്നെ ഒന്നും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ ഇന്റർവ്യൂ സമയത്ത് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയും നാട്ടുകാരടക്കം ഓടിയെത്തി കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഒരു വിവരം പുറത്ത് വരുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ ഈ സ്പാ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുമെന്ന് മേയർ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തുന്നു. നമ്മളിപ്പോൾ ഉള്ളത് സെക്രട്ടേറിയറ്റിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്പർശൻ എന്ന് പറയുന്ന വെൽനസ് സ്പാ എന്നാണ് ഇവർ പേര് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ആ പരിശോധന നടത്തുന്നത്. ഇവിടെ മാനേജർ ഉണ്ട്, ഒപ്പം ലേഡി സ്റ്റാഫും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. അവർ അകത്താണ്, അവർ പുറത്തേക്ക് വന്നില്ല, ക്യാമറ കണ്ടുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ് കർശനമായിട്ടുള്ള നിലപാട്. നമുക്കറിയാം, തിരുവല്ലയിൽ നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് സ്പാ കേന്ദ്രങ്ങളിൽ പോലീസും അതുപോലെ തന്നെ ഹെൽത്ത് വിഭാഗവും മറ്റ് അധികൃതരും പരിശോധനയിലേക്ക് പോയത് എന്നുള്ളതാണ് നമ്മൾ കണ്ടതുമാണ് ആ സംഭവം. അതിനെ തുടർന്നാണ് ഈ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് പോയത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സ്പാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് ലീഗലായിട്ടല്ല എന്നുള്ളതാണ് ഏറെ സത്യം. അവിടെയൊന്നും തന്നെ നിലവിൽ ഇതുവരെയും പരിശോധനയ്ക്കൊന്നും തന്നെ പോലീസോ അല്ലെങ്കിൽ മറ്റ് അധികൃതരോ തയ്യാറായിട്ടില്ല. ഇങ്ങനൊരു സംഭവം തിരുവല്ലയിൽ ഉണ്ടായതിനു ശേഷം ശക്തമായിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് പോകുന്നു. എന്തായാലും തിരുവനന്തപുരം നഗരസഭാ ഹെൽത്ത് വിഭാഗം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഈ സ്പായിൽ പരിശോധന നടത്തുകയാണ്. അനുജ, പരിശോധന പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് അനധികൃത സ്പാ കേന്ദ്രങ്ങൾ ധാരാളമുണ്ട് എന്ന് മേയർ തന്നെ വ്യക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പരിശോധന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.